ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നമുക്ക് സീഡ്ലിംഗ് അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു തൈ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാക്കിയിട്ട് നമുക്കത് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച 2 പ്ലാന്റ്സുകളാണത്. ഇതിലൊന്ന് ട്രൈ കളർ കാബേജാണ്, മറ്റൊന്ന് റെഡ് കാബേജാണ്. അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് ഇത് രണ്ടും. ഇതെല്ലാം നല്ല റയറായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകളുടെ തൈകളാണ് കേട്ടോ. ഈ ചെടിയുടെ മദർ പ്ലാന്റുകൾക്കൊക്കെ വളരെ കൂടുതൽ റേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളാണിത്. ഈ കാബേജ് വിടർന്ന് നിൽക്കുന്നത് പോലെ ആയിരിക്കും ഇത് വളർന്ന് വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, വലിയ പ്ലാന്റ്സുകളൊക്കെ. ഈ ചെടികളെല്ലാം നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു ഇനമല്ല. അപ്പോൾ നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലുള്ള കപ്പുകളിലായിരിക്കും, ചെറിയ കപ്പുകളിലായിരിക്കും കേട്ടോ കിട്ടുക, കപ്പ് പോട്ടിൽ. അപ്പോൾ ഒരിക്കലും ഈ ഒരു പോട്ടിൽ നിന്ന് ഈ പ്ലാന്റുകൾ മാറ്റി വെക്കരുത്. ഒരാഴ്ചയെങ്കിലും നമ്മുടെ വീടും പരിസരമായിട്ട് കാലാവസ്ഥയായിട്ട് യോജിച്ചതിന് ശേഷം മാത്രമേ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാൻ പാടുള്ളൂ. അതല്ല, ഇതേപോലെ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനിങ്ങനെ മാറ്റി നട്ടു കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നശിച്ചു പോവാതെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ്, എൻ്റെ വീഡിയോക്ക് കമൻ്റായിട്ടൊക്കെ അറിയിക്കാറുണ്ട്. സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ വാങ്ങിച്ച് മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ്, ഒന്നുപോലും ഞങ്ങൾക്ക് വളർന്ന് കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഞാനിത് ഇതേപോലെയൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചതിന് ശേഷം വന്നിട്ടുള്ള ലീഫുകളൊക്കെ ഉണ്ട്. ഇതിലൊരു പ്ലാന്റ് അല്ല കേട്ടോ, 2 പ്ലാന്റ്സുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ കുഞ്ഞു പ്ലാന്റുകളാണ് നമുക്കിങ്ങനെ സീഡ്ലിംഗ് പ്ലാന്റ്സുകളാകുമ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. നമ്മൾ നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കാറുള്ള വളം ഇതാണ് കേട്ടോ. നമ്മൾ കൂടുതൽ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് തേങ്ങ വെള്ളം പുളിപ്പിച്ചതാണ് കേട്ടോ. ഈ തേങ്ങ വെള്ളം 2 ദിവസം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ അതിൽ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ആണ് ഈ പ്ലാന്റ്സുകൾക്കൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. അത് നന്നായി ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ പ്ലാന്റുകൾ പോവാതെ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ വളർത്തി നോക്കട്ടെ. ഒരിക്കലും നമുക്ക് ഈ പ്ലാന്റുകൾ നശിച്ചു പോയിട്ടില്ല. ഞാൻ വാങ്ങിച്ചതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ, തോട്, അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉണക്കി പൊടിച്ച് വെച്ചത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് ഇതേപോലെ ഈ പ്ലാന്റ്സുകൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊക്കെ ചെറിയ കുഞ്ഞു പ്ലാന്റ്സുകളാണ്. ഇതെല്ലാം തന്നെ ഞാൻ ഇതേപോലെയാണ് വളർത്തിയെടുക്കാറുള്ളത്. ഒരു ലീഫുള്ള പ്ലാന്റ്സുകൾ പോലും നമുക്ക് ഇതേപോലെ കെയർ ചെയ്താൽ ഒരിക്കലും നമുക്ക് നശിച്ചു പോവാതെ കിട്ടും. വളരെ ചെറിയ പ്ലാന്റ്സുകളാണ് ഇതെല്ലാം തന്നെ. ഇതൊരു 9 കാരറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതും ഞാൻ ഇതേപോലെ വളരെ കുഞ്ഞു പ്ലാന്റ്സുകളൊക്കെ ഈ ഒരു വളം ചെയ്തിട്ട് മാത്രമാണ് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ പെട്ട കുറച്ച് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ. ഇപ്പോൾ ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ഇത്തരം കുഞ്ഞു പ്ലാന്റ്സുകൾക്കൊന്നും വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത്. മണ്ണും മണലും ഇത്തിരി ചാണകപ്പൊടി മാത്രം ചേർത്തിട്ട് നമ്മളിത് പോട്ടി മിക്സ് തയ്യാറാക്കുക. എന്നിട്ട് വേണം ഈ സീഡ്ലിംഗ് പ്ലാന്റുകൾ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ അതേപോലെ നട്ടു കൊടുക്കാൻ കേട്ടോ. ഇതിൽ കണ്ടില്ലേ, ഒരു ലീഫ് മാത്രമേ ഉള്ളൂ, 2ാമത്തെ ലീഫ് വരുന്നേ ഉള്ളൂ. ഇത്രയും കുഞ്ഞു പ്ലാന്റ്സുകളാണ്. അപ്പോൾ നമ്മളിതിനൊന്നും കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിക്കുന്ന വെള്ളം ഞാൻ ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഈ തേങ്ങ വെള്ളം അല്ലെങ്കിൽ മുട്ട പൊടിച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് വന്നാൽ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. തേങ്ങ വെള്ളമൊക്കെ കുളിച്ചാൽ നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ അത് അതേപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ നല്ല
ചെടികൾക്ക് വളരെയധികം ഹെൽത്തിന് ഉപകാരമുള്ള എല്ലാ കണ്ടൻറ്റും അതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും നമ്മൾക്ക് ഈ പ്ലാന്റ്സുകൾ നശിച്ചു പോവാതെ കിട്ടും. ഇതൊക്കെ നമ്മുടെ വൈറ്റ് ലെഗസിയാണ് കേട്ടോ, അതിൻ്റെ തൈകളാണ്. അതേപോലെ പിങ്ക് അഗ്ലോണിമ, നയൻ ക്യാരറ്റ്, ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് കേട്ടോ. റെഡ് പനാമ, ഇങ്ങനെയുള്ള തന്നെ റെയറായിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ ഇതേപോലെയാണ് വളർത്തിയെടുക്കാറുള്ളത് കേട്ടോ. ഒരു വളം നമ്മൾ വേറെ ചെയ്തു കൊടുക്കരുത്. പെട്ടെന്ന് ഫംഗസൊക്കെ വന്ന് ഈ പ്ലാന്റുകൾ നമുക്ക് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾക്ക് ഇതേപോലെ നമ്മൾ കൂടുതൽ അളവിലല്ലാതെ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ വളർന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു അനുഭവം, എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ വാങ്ങിച്ചാൽ ഒരുവിധം എല്ലാവരുടെ കയ്യിൽ നിന്നും പോവാറാണ് പതിവ്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ ഇതുപോലുള്ള സീഡ്ലിംഗ് പ്ലാന്റ്സുകളാണെങ്കിലും അതല്ല കുഞ്ഞു പ്ലാന്റ്സുകളാണെങ്കിലും നമ്മൾ നന്നായി വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ തന്നെ നട്ടു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേരൊക്കെ പെട്ടെന്ന് അഴുകി ചെടി നാശമായിട്ട് പോകും. സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ നന്നായി അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു നെറ്റ് പോട്ടും കൂടെ ഉണ്ടാവും കേട്ടോ. ഈ കപ്പ് പോട്ടിൻ്റെ ഉള്ളിലായിട്ടൊരു നെറ്റ് പോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഇതേപോലെ ഉള്ള സീഡ്ലിംഗ് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുള്ളത്. അപ്പോൾ അതൊന്നും കുറച്ച് ദിവസം ഇളക്കാൻ പോകരുത്. ഇളക്കി വെക്കാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ വളം കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ വെച്ച് ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് ഒരു പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. മറ്റൊരു വളം ചേർക്കേണ്ടതില്ല. അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ സീഡ്ലിങ്സുകളാണെങ്കിലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കുഞ്ഞു പ്ലാന്റ്സുകൾക്ക് തന്നെ. അപ്പോൾ അത് നശിച്ചു പോവാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. പിന്നൊരു കാര്യം, നമ്മൾ ഇത്തരം ചെറിയ കുഞ്ഞു പ്ലാന്റുകൾ പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ പോട്ട്സുകൾ തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. വലിയ പോട്ടുകളാവുമ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പോട്ട്സുകളാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അത് പ്ലാന്റ്സുകൾക്ക് കൂടുതലായിട്ട് ബാധിക്കില്ല. പിന്നെ സീഡിങ് പ്ലാന്റിലാണെങ്കിലും നമ്മൾ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്നൊരു ഭാഗത്ത് തന്നെ നമ്മൾ ഈ കുഞ്ഞു പ്ലാന്റുകളാണെങ്കിലും സെറ്റ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിലേ നല്ല കളറ് കയറി വന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ വളർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ സീഡ്ലിങ്സ് പ്ലാന്റ്സുകളെല്ലാം തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വളർത്തിയെടുത്താൽ ഇതുപോലെ വളരെ മനോഹരമായ വലിയ വലിയ പ്ലാന്റുകളായി നമുക്ക് ഇവ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.